വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ അവിടെ ശാലിനിക്കെതിരെ വീണ്ടും ഒരു കള്ളക്കേസ് ഉണ്ടാക്കാനാണ് സുസ്മിത അവിടെ ശ്രമിക്കുന്നത്. അതിന് ADM ജോൺ അബ്രഹാമിനെ തന്നെയാണ് സുസ്മിത കൂട്ടുപിടിക്കുന്നത്. സുസ്മിതയെ കാണാനായിട്ട് ആ കരുണാശ്രമത്തിലേക്ക് ADM എത്തുന്നുണ്ട്. എന്നിട്ട് സുസ്മിതയാണെങ്കിൽ തൻ്റെ ആ ഒരു പ്ലാൻ അവിടെ പറയുകയാണ്. അതായത് കൈക്കൂലി കേസിൽ കൈക്കൂലി വാങ്ങിച്ചു എന്ന ഇതിൻ്റെ പേരിൽ കളക്ടർ ശാലിനി അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് ആ ഒരു പ്ലാൻ അവർ തന്നെയാണ് ആ പൈസ അങ്ങനെ തയ്യാറാക്കുന്നതൊക്കെ. ഒരു പേപ്പറിൽ പൊതിഞ്ഞ നോട്ട് കെട്ടാണെങ്കിൽ ADM ജോൺ അബ്രഹാമിൻ്റെ കയ്യിലേക്ക് സുസ്മിതയാണെങ്കിൽ കൊടുക്കുന്നുണ്ട്. അന്നേരം അത് പൈസ എങ്ങനെയെങ്കിലും ശാലിനിയുടെ അതിൽ മാറ്റി വെച്ചിട്ട് ശാലിനി കൈക്കൂലി വാങ്ങിച്ചതാണ് എന്നുള്ളത് ഇൻകം ടാക്സുകാരെ കൊണ്ട് അവരെ കൊണ്ട് പിടിപ്പിക്കാനുള്ള ഒരു ഇതായിരിക്കും വരുന്നത്. സുസ്മിതയുടെയും ജോണിൻ്റെയും ഒരു പ്ലാൻ അനുസരിച്ച് അതിലിനി ശാലിനിയിൽ നിന്നും ശാലിനി ഇനി രക്ഷപ്പെടുമോ എന്താകും എന്നുള്ളതാണ് അറിയേണ്ടത്. അത് വരുന്ന വഴിയെ കാണാം രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്. അതിനുശേഷം അവിടെ അരുണയാണെങ്കിൽ ശാലിനിയെ വിളിച്ചല്ലോ ഗാർഗീസ് കിച്ചണിലേക്ക് വരാനായിട്ട്. അന്നേരം ആദ്യമേ അരുണയാണ് അവിടെ എത്തുന്നത്. പക്ഷേ അരുണയാണെങ്കിൽ ശാരികയെ കാണുന്നോ ഇല്ലയോ എന്ന് കാണിക്കുന്നില്ല. ശാരിക സീൻ കാണിക്കുന്നില്ല. ഗാർഗിയുമായിട്ട് അരുണ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശാലിനിയാണെങ്കിൽ അവിടേക്ക് എത്തുന്നുണ്ട്. തുടർന്ന് അവർ രണ്ടുപേരും ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് സംസാരിക്കുകയാണ്. തുടർന്ന് അരുണ പറയുന്നുണ്ട് ഇന്ന് എന്നെ കാണാനായിട്ട് സത്യാമ്മ വന്നിരുന്നു എന്ന് പറയുമ്പോഴേ ശാലിനി ചോദിക്കുന്നുണ്ട് കേസ് ഏൽപ്പിക്കാനാണോ എന്നുള്ളത്. അങ്ങനെ ശാലിനിക്ക് അതവിടെ മനസ്സിലാകുന്നുണ്ട്. അതായത് വിഷ്ണുവിനെ താൻ കൊന്നു എന്നുള്ളൊരു കേസ് അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ളതായിരിക്കും. റസാഖം വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകണം ശാലിനിക്ക്. തുടർന്ന് അവരവിടെ സംസാരിക്കുന്ന സീനെ കാണിക്കുന്നുള്ളൂ. മിക്കവാറും ശാരിക ഇതകത്ത് നിന്ന് വിളിച്ച് കണ്ടിട്ട് അവരെ മുൻപിൽ പെടാതെ മാറി നിൽക്കുന്ന ആ ഒരു സീനായിരിക്കും വരുന്നത്. അതിനുശേഷം കാണിക്കുന്നത് അവിടെ സത്യഭാമയും പിള്ളയും രോഹിത്തും കൂടി വഴിക്ക് വെച്ച് പിന്നെ അർജുനെ കാണുന്നു. അർജുൻ വീണ്ടും ഒരു സീനിലേക്ക് എത്തുന്നുണ്ട്. അർജുനെ കാണുന്ന വഴിയിൽ വെച്ച് ഇവരിങ്ങനെ വണ്ടിയിൽ വരുമ്പോൾ കാറിൽ വരുന്നതാണ്. തുടർന്ന് വണ്ടി നിർത്തി ഇവർ സംസാരിക്കുകയാണ്. സത്യഭാമ അർജുനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എൻ്റെ മകൻ വിഷ്ണുവിനെ അവൾ കൊന്നതാണ്, അവൾക്ക് പരമാവധി ശിക്ഷ തൂക്കുകയറ് വാങ്ങിച്ചു കൊടുക്കണം, നീ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് അർജുനോട് സത്യഭാമ ഇങ്ങനെ സംസാരിക്കുകയാണ്. പിള്ളയും പിന്നെ രോഹിത്തും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ഈ സംഭവങ്ങളൊക്കെ കേട്ടിട്ട് അർജുനാണെങ്കിൽ അന്തം വിട്ട് വായം തുറന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്താണെന്ന് കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇനി അർജുൻ ശാലിനിയുമായിട്ട് സംസാരിക്കുമ്പോൾ അർജുന് കാര്യങ്ങൾ ബോധ്യപ്പെടും. പക്ഷേ സത്യഭാമയെ ആര് പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളതാണ്. ആരും പറയുന്ന കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ മനസ്സ് സത്യഭാമ കാണിക്കുന്നില്ല. ഇനി അർജുൻ പറഞ്ഞാലെങ്കിലും സത്യഭാമയ്ക്ക് ബോധ്യപ്പെടുമോ അതോ ഇനി കേസായിട്ട് മുന്നോട്ട് പോകുമോ, ഇനി അവിടെ തെളിയിക്കുമോ, എന്താകും എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അതിനുശേഷം ഉള്ള ഒരു സീനിൽ ശാലിനിയാണെങ്കിൽ ആ ഒരു വാടക വീട്ടിൽ തന്നെയാണ്. അവിടെ ഇങ്ങനെ റൂമിലിങ്ങനെ ശാലിനി ഇങ്ങനെ കിടക്കുകയാണ്. തലവേദന എടുത്ത് ശാലിനി ഇങ്ങനെ കിടക്കുകയാണ്, മുടി കിടക്കുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ ആ റൂമിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ശിവൻ വന്ന് നോക്കുമ്പോൾ ശാലിനി ഇങ്ങനെ കണ്ണടച്ച് മയങ്ങുന്ന ആ ഒരു സീനാണ്. അന്നേരം മുടിയൊക്കെ കിടക്കുന്നത് കണ്ടിട്ട് ഇനി പനിയാണോ എന്നറിയാനായിട്ട് പിന്നെ ശാലിനിയുടെ നെറ്റിയിലേക്ക് ഇങ്ങനെ ശിവനാണെങ്കിൽ ഇങ്ങനെ കൈ വയ്ക്കുന്നു ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനി എഴുന്നേൽക്കുന്നതാണ്. അപ്പോൾ തലവേദന എങ്ങനെയുണ്ട് എന്നുള്ളത് ശിവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്. അന്നേരം ചെറിയ പനി ഉണ്ടോ എന്നൊരു സംശയം എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ പെട്ടെന്നാണെങ്കിൽ ശിവനാണെങ്കിൽ ശാലിനി നെറ്റിയിലേക്ക് ഇങ്ങനെ കൈവച്ച് നോക്കുകയാണ് പനി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അന്നേരം അത് പ്രതീക്ഷിക്കുന്നില്ല, ശാലിനിയും പ്രതീക്ഷിക്കുന്നില്ല. ശാലിനി ഇങ്ങനെ ശിവനെ തന്നെ നോക്കുന്നുണ്ട്. അന്നേരം ആ ഒരു ഹെർട്ട് സീൻ കാണിക്കുകയാണ്. ഹാർട്ട് ഇങ്ങനെ പമ്പ് ചെയ്യുന്ന ആ ഒരു സീനിൽ നേരത്തെയൊക്കെ ഷോക്കടിച്ച പോലെ കാണിക്കുന്നല്ലോ ശിവനിലെ ഹൃദയത്തിലേക്കൊക്കെ തൊട്ടപ്പോൾ. അതുപോലെയുള്ളൊരു സീനിനെ കാണിക്കുന്നു. ശിവനിങ്ങനെ ശാലിനിയെ തന്നെ നോക്കിക്കുകയാണ്, ശാലിനിയും ശിവനെ തന്നെ നോക്കി നിൽക്കുന്നു. ഈ 2-3 സീനാണ് പ്രൊമോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അവരങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് കുട്ടികളോ റാണിയോ ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും. ചന്ദ്രയും തിരിച്ച് അവിടേക്ക് പോയി. ഇനിയിപ്പോൾ ശിവനും തിരിച്ച് മിക്കവാറും മണിക്കോത്തേക്ക് പോകുമായിരിക്കും. അപ്പോൾ ഈ വീട്ടിൽ ശാലിനിയും കുട്ടികളുമായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ ശിവൻ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ വരികയോ അങ്ങനെ അതിന് ശിവൻ ഇവിടെ തന്നെ താമസമാകുമോ എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. എന്തായാലും അർജുനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷ്ണു മരിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഉടനെ സത്യഭാമ അറിയാനുള്ള ഒരു ചാൻസൊക്കെ ഉണ്ട്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.